ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. എന്താണെന്നറിയോ, നമ്മൾ വാഷി ടേപ്പ് വീട്ടിലെങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടപ്പുറത്ത് വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. വാഷി ടേപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ സ്റ്റിക്കറാണ്. സാധാരണ നമ്മുടെ നോട്ട്ബുക്കും ഒക്കെ ഒട്ടിക്കുന്ന സ്റ്റിക്കറില്ലേ, അത് കേട്ടോ. പിന്നെ നമുക്ക് ഏത് കളറ് വാഷി ടേപ്പാണ് ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ചുള്ള പേപ്പർ എടുക്കണം. ഇതുപോലത്തെ പേപ്പറൊക്കെ നമുക്ക് ഗ്ലിറ്റർ പേപ്പറൊക്കെ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ പൊതിയുന്ന പേപ്പേഴ്സ്. ഇനിയിപ്പോൾ കളർ ടേപ്പാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കളർ പേപ്പേഴ്സ് എടുക്കാം, അങ്ങനത്തെ പേപ്പേഴ്സൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഗമ്മും കൂടി വേണം. ആദ്യം തന്നെ നമ്മൾ ഈ സ്റ്റിക്കർ എടുത്തിട്ടുണ്ട്, അത് ഒരു 1.5 സെൻറ്റിമീറ്റർ അളവിൽ ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ വാങ്ങിയിരിക്കുന്ന പേപ്പറിലും 1.5 സെൻറ്റിമീറ്റർ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ രണ്ടും നമ്മൾ ഈക്വൽ അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഗം അപ്ലൈ ചെയ്തിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. സ്റ്റിക്കറിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ഗം അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ പേപ്പർ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചെടുക്കുമ്പോൾ ചുളിയൊന്നുമില്ലാതെ നല്ല വൃത്തിയിൽ ഭംഗിയിൽ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പശ വെച്ച് ഒട്ടിച്ചതൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ, ഇതൊന്ന് ഒട്ടിച്ച് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊന്ന് ഒട്ടിച്ച് നോക്കാം. വാവ്, അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് പേപ്പറിലൊന്ന് ഒട്ടിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഒട്ടിച്ചിട്ട് ബാലൻസ് വരുന്ന ഭാഗം ഞാൻ വീണ്ടും ഇതിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നമുക്ക് ഒറിജിനൽ വാഷി ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒരു സെല്ലോ ടേപ്പ് പോലെയാണ് വരുന്നത്, നമുക്ക് ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ഇതിന് 5 രൂപയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ 4 എണ്ണം ഒട്ടിച്ചിട്ടുണ്ട്. നമ്മുടെ ഒറിജിനൽ, അതായത് നമ്മൾ വാങ്ങിയ അതിൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു തിളക്കവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രാഫ്റ്റൊക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ തന്നെയാണ് കേട്ടോ. സക്സസ് ആയിട്ടുണ്ട്, എനിക്കിഷ്ടമായി എന്തായാലും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്കിപ്പോൾ എല്ലായിടത്തുനിന്നും വാഷി ടേപ്പ് ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. അതും വളരെ ചീപ്പ് റേറ്റാണ്, 5 രൂപയേ ഉള്ളൂ ഒരെണ്ണത്തിന്. അതിൽ നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ടായിരിക്കും, കുറേ നാൾ യൂസ് ചെയ്യാനുള്ളത് ഉണ്ടായിരിക്കും. പിന്നെ നമ്മളിപ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിലും സ്റ്റിക്കർ വാങ്ങണം, ഇതേപോലത്തെ പേപ്പർ വാങ്ങണം, പിന്നെ ഗമ്മ് വേണം, കുറച്ച് പണിയെടുക്കണം. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതേപോലത്തെ വാഷി ടേപ്പ് വാങ്ങുകയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി താഴെ നിന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ വീഡിയോസിൻ്റെയും താഴെ ഇങ്ങനെ ഒരു കമൻറ്റ് കാണാറുണ്ട്, വാഷി ടേപ്പ് ഉണ്ടാക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയത് കേട്ടോ. കുഴപ്പമില്ല, നമ്മൾ ഉണ്ടാക്കിയൊരു മെത്തേഡ് സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ നമുക്കത് ഉപയോഗിക്കാനും പറ്റും. എന്നിരുന്നാലും നമുക്ക് വാങ്ങാൻ പറ്റുന്നെങ്കിൽ അതാണ് കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.